ഭക്ഷണത്തിൻ്റെ നിയമങ്ങളിൽ ഖുർആൻ പറയുന്ന നിയമം എന്താണെന്ന് വെച്ചാൽ കുലു വഷ്റബു വലാ തുസ്രിഫു എന്നാണ്. നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, പക്ഷെ ഒരിക്കലും അമിതമാവാൻ പാടില്ല. ധാരാളം അർത്ഥങ്ങളുള്ള ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ഹറാമ് തിന്നാൽ മതി, വയറിറച്ച് തിന്നൊന്നും വേണ്ട. ഒരാൾ അയാൾക്ക് കഴിക്കാൻ പറ്റാത്ത ഹറാമ് തിന്നാൽ ഇസ്രാഫാണ്, അത് തിന്നാൻ പാടില്ല. അത് ഇസ്ലാമികപരമായി ഇസ്രാഫ് ദുർവ്യയം എന്നാണ് അതിന് പറയുക. അപ്പം ഭക്ഷണം അമിതമായി കഴിക്കാൻ നമുക്ക് അനുവാദമില്ല എന്നുള്ളതാണ്. എത്രയോ ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതായിട്ടുള്ള ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. മാ മല ആദമിയുൻ വിആഅൻ ശർറൻ മിൻ ബത്നിഹി എന്നാണ്. എത്ര വ്യക്തമായിട്ട് തന്നെ പറയും. ഇതൊന്നും പ്രതീകാത്മകമല്ല കേട്ടോ, വ്യക്തമായിട്ട് പറയണം. വയറിനേക്കാളും ഒരു മനുഷ്യൻ നിറക്കുന്ന ഒരു പാത്രം വേറെ ഇല്ല എന്ന്. അത്രയും വൃത്തികേടാണ് വയറ് നിറച്ച് തിന്നുക എന്ന് പറഞ്ഞാൽ. നബിയുടെ കൂടെ ജീവിച്ച സഹാബത്തൊക്കെ ആ ഭക്ഷണം വയറ് നിറച്ച് തിന്നുന്നവനെ കണ്ടാൽ അവർക്കുണ്ടായിരുന്ന മനസ്സിൻ്റെ പ്രതിഷേധം എത്ര വലുതാന്ന് പറയണമെങ്കിൽ മനസ്സിലാക്കാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒരു അതിഥി വേണം. എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും കൂടെ കഴിക്കാൻ ഒരാളെ കൂട്ടിയിട്ട് അദ്ദേഹം കഴിക്കുള്ളൂ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് എന്തെന്ന് വെച്ചാൽ നാഫി റളിയല്ലാഹു അൻഹു ഒരാളെ കൂട്ടി വന്നു. ഇബ്നു ഉമറിന് ഒരാളെ വേണമല്ലോ എന്ന് വിചാരിച്ച് കൂട്ടി. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ ഇരുന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഫഅക്കല കസീറൻ, അദ്ദേഹം കണ്ടമാനം തിന്നു. ഈ വന്ന വിരുന്നേരൻ ധാരാളമായി ഭക്ഷിച്ചു. അപ്പോൾ കാല, അപ്പം ആ സമയത്ത് ഇബ്നു ഉമർ ഈ കൊണ്ടുവന്ന നാഫിയോട് പറഞ്ഞു, യാ നാഫിയോ ലാ തുദ്ഖിൽ ഹാദാ അലയ്യ, ഇവനെ ഇനി എൻ്റെ അടുത്ത് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇവനെ നിങ്ങൾ ഇനി എൻ്റെ കൂടെ കൊണ്ടുവരരുത്. സമിഅ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാഴ്ചപ്പാടിനെ നമുക്ക് പ്രായോഗികമായി പറഞ്ഞു തരുന്നതാണിത്. അൽ മുഅ്മിൻ യഅ്കുലു ഫീ മിഅൻ വാഹിദ്, ഒരു വിശ്വാസി തൻ്റെ ഒരാമാശയം മാത്രമേ, അതായത് ആമാശയത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ അവൻ ഭക്ഷിക്കുകയുള്ളൂ. വൽ കാഫിർ, അവിശ്വാസി, യഅ്കുലു ഫീ സബ്അതി അംആ, അവൻ്റെ 7 വയറും അവൻ നിറക്കും എന്നാണ് പറയുന്നത്. 7 വയറും അവൻ നിറക്കും. സുഹൃത്തുക്കളെ, ഈ തിന്നുന്നതിന്, ഈ അമിതമായ തീറ്റയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അത് ഇസ്ലാമികമായി ഗുരുതരമായ തെറ്റാണ്. അത് തിന്നതിന് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഫലപ്രദമായി ഈ നോമ്പിൻ്റെ ഗുണം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതെന്ന്.